യുഎഇയിലേക്ക് വീണ്ടും മഴയെത്തുന്നു. പുതിയ മുന്നറിയിപ്പുമായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം. കൂടാതെ മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളെ ബാധിക്കുന്ന ന്യൂനമർദ്ദം വരും ദിവസങ്ങൾ കാലാവസ്ഥയെ സ്വാധീനിക്കും. ആശങ്കയ യുഎഇയിലേക്ക് വീണ്ടും മഴയെത്തുന്നതായി റിപ്പോർട്ടുകൾ. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു. ആഴ്ചകളോളം നീണ്ടുനിന്ന കനത്ത മഴയ്ക്ക് ശേഷമാണ് രാജ്യത്ത് വീണ്ടും മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് വരുന്നത്. ഇനി കൂടുതൽ മഴ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലുള്ളത്. പതിവ് പോലെയല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിലായിരിക്കും മഴ ലഭിക്കുക. അതും ഇടയ്ക്കിടെ പെയ്യും. വ്യാഴാഴ്ച മുതൽ മഴ പെയ്യുമെന്നും തിങ്കളാഴ്ച വരെ അത് തുടരുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. മാർച്ചിൽ അതിശക്തമായ മഴയായിരുന്നു പെയ്തിറങ്ങിയത്. ഇതുകാരണം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളപ്പൊക്കമുണ്ടാവുകയും മിക്കയിടങ്ങളിലും ദൈനംദിന ജീവിതം തടസ്സപ്പെടുകയും ചെയ്തു. കൂടാതെ പടിഞ്ഞാറ് നിന്ന് ഇടയ്ക്കിടെ മേഘങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. ഇത് ചില പ്രദേശങ്ങളിൽ നേരിയതോ അല്ലെങ്കിൽ മിതമായതോ ആയ മഴ നൽകുമെന്നാണ് പറയുന്നത്. ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ കനത്ത മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. കൂടാതെ രാജ്യത്ത് ചില പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ മഴയുടെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകും. എന്നാലും പൊതുവെ നേരിയതോ മിതമായതോ ആയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവയുൾപ്പെടെയുള്ള നഗരങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ മിഡിൽ ഈസ്റ്റിലെ ചില ഭാഗങ്ങളെ ബാധിക്കുന്ന ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുമെന്നാണ് പ്രവചനങ്ങൾ. തുടർന്ന് ഇത് വടക്കൻ സൗദി അറേബ്യ, ജോർദാൻ, ലെബനാൻ എന്നിവയുൾപ്പെടെ മേഖലയുടെ ചില ഭാഗങ്ങളിൽ മേഘാവൃതമാകാൻ കാരണമാകും. എന്നിരുന്നാലും യുഎഇയിൽ അറബിക്കടലിൽ നിന്ന് വ്യാപിക്കുന്ന ന്യൂനമർദ്ദമാണ് മഴയുടെ പ്രധാന കാരണം. ഒമാൻ, യമൻ, ഖത്തർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥാ സംവിധാനങ്ങളാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ജോർദാൻ, ലെബനാൻ, ഇറാഖ്, വടക്കൻ സൗദി അറേബ്യ തുടങ്ങിയ വടക്കൻ മിഡിൽ ഈസ്റ്റിൽ കാലാവസ്ഥാ സംവിധാനങ്ങൾ ചെങ്കടലിന്റെ സ്വാധീനത്തിലാണ് മാറുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും കനത്ത മഴ പ്രതീക്ഷിക്കാം. ഇനിയൊരു മഴക്കാലം എന്ന് തന്നെയാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.